ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ഒരു സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഫസ്റ്റ് പോർഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് വരുന്നത് ഡോക്ടർ ആർ കെ ബൻസാലിൻ്റെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടെക്സ്റ്റാണ്. സോ അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മുൻപ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു വീഡിയോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് 6ാമത്തെ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് എന്നാണ്. സോ അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ദി ആൾജിബ്രൈക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് അറ്റ് എനി സെക്ഷൻ ഓഫ് എ ബീം ടു റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് നോൺ ആസ് ഷിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് ബ്രീഫ്ലി റിട്ടൺ ആസ് SF. The algebraic sum of moments of all forces acting to right or left of the section is known as bending moment. It is written as BM. In this chapter, shear force and bending moment diagram for different types of beams, that is cantilevers, simply supported, fixed, overhanging, for different types of loads, that is point load, uniformly distributed load, varying load acting on the beams will be considered. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനാണ്. ഓക്കെ, സോ ഇപ്പോൾ അതിൽ മെയിൻലി നമുക്ക് ഷിയർ ഫോഴ്സ് എന്താണ്, ബെൻഡിങ് മൊമെൻറ്റ് എന്താണെന്നാണ് ജസ്റ്റ് പഠിക്കേണ്ടത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ്, ഓക്കെ, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ലോഡ്സ്. അപ്പോൾ ഇവരുടെ കോമ്പിനേഷനാണ് എന്ത് ചെയ്യുന്നത്, ഓരോ പ്രോബ്ലമായിട്ട് നമ്മളോട് ചോദിക്കുക. അപ്പോൾ അതിലൊക്കെ ഷിയർ ഫോഴ്സ് എങ്ങനെ വരും, ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ വരും, ദെൻ അപ്പോൾ ആ ഒരു ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. ഇതാണ് എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു മീൻസ് ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിൻലി വരുന്നത്. സോ ഇപ്പോൾ ഈ ഒരു ഷിയർ ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഇപ്പോൾ ഒരു ബീം എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അതിനെ സെക്ഷൻ ചെയ്തു വിചാരിക്കാം. നമുക്ക് ബീമിനെ അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സെക്ഷൻ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ആ ബീം ആക്സിസിനെ നോർമൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലോഡ്, ഇപ്പോൾ ഒരു സെക്ഷൻ എടുത്ത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ ജസ്റ്റ് നോക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബീം കൺസിഡർ ചെയ്യാം. സോ അപ്പോൾ അതിനെന്ത് ചെയ്തു, നമ്മളൊന്ന് സെക്ഷൻ ചെയ്തു. ഓക്കെ, നമുക്ക് ഏത് പോയിന്റിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ ആ ഒരു സെക്ഷൻ ചെയ്ത പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബീമിന് നോർമൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, അതായത് ഇപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അതേപോലെ തന്നെ റിയാക്ഷൻസ് ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇപ്പോൾ അവരുടെ റിസൾട്ടൻ്റ് എടുക്കുക. അപ്പോൾ അത് ഒന്നെങ്കിൽ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ദ സെക്ഷൻ എടുക്കാം. ഏത് സെക്ഷൻ, ലെഫ്റ്റ് സെക്ഷനിലായാലും ശരി, റൈറ്റ് സെക്ഷനിലായാലും ശരി, അവരുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നതാണ് എന്ത്, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഒരു ബീമിനെ എന്താ സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സെക്ഷനോ അല്ലെങ്കിൽ റൈറ്റ് സെക്ഷനിലോ വരുന്ന ഫോഴ്സസിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് അവരുടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഫോഴ്സസ് കാരണമുള്ള മൊമെൻറ്റ്സിൻ്റെ ആൾജിബ്രൈക് സമ്മായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞു ഓൾറെഡി, കാൻറ്റിലിവർ ബീം, അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീം, ദെൻ ഫിക്സഡ് ബീം. അതേപോലെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഒരുപാട് ബീംസ് പഠിക്കാനുണ്ട്. അത് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനകത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ ഒരു പോയിൻറ്റിൻ്റെ അബൌട്ടായിട്ട് മൊമെൻറ്റ് കാണാനൊക്കെ നമ്മൾ എന്താണ്, ബീമാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത് ഒക്കെ എന്താണ്, അതിനൊക്കെ ജസ്റ്റ് ഒരു സ്ട്രക്ചറൽ ഫോമാണ് എന്ത്, ഈ ഒരു ബീമായിട്ട് നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷനോ അല്ലെങ്കിൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ബീംസ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ടൈപ്സ് ഓഫ് ലോഡ്, ഇപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് പറയുന്നത് പോയിൻ്റ് ലോഡ്, UDL, UL. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, ഒരേ ബീമിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കോമ്പിനേഷൻ ഓഫ് ലോഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, വരാം. അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിനകത്ത് മെയിൻലി നോക്കുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്സ് ഓഫ് ബീംസ് നോക്കാം. അതിന് മുമ്പ് ഇവിടെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്നുകൂടി, അല്ലെങ്കിൽ ഡയഗ്രാം എന്താണെന്ന് ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതെന്താ നോക്കാം. ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഈസ് വൺ വിച്ച് ഷോസ് വേരിയേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് അലോങ് ദി ലെങ്ത് ഓഫ് ബീം, ആൻഡ് എ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഈസ് എ bending moment diagram is
one which shows variation of the bending moment along the length of the beam. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് എന്താണ്, അതേപോലെ തന്നെ ബെൻഡിങ് മൊമെൻ്റ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് കണ്ടു. ഇനി നമുക്ക് ഈ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം, നമ്മളതിനെ ഷിയർ ഫോഴ്സിന് എസ് എഫ് എന്നും, അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന് എസ് എഫ് ഡി എന്നും, അതേപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റിനെ നമ്മൾ ജസ്റ്റ് ബി എം എന്നും, ബി എം ഡി ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിനെ ബി എം ഡി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇനിയിപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ബീം എടുക്കുക, അപ്പോൾ അതിൻ്റെ എലോങ് ദി ലെങ്ത് എന്തായിരിക്കും, ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ വേരിയേഷൻ ഉണ്ടായിരിക്കും. സോ അപ്പോൾ അത് ബീമിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ലോഡിനകത്തുള്ള വേരിയേഷന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡയഗ്രാമായിട്ട് വരിക. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത്. സിമിലർ ആയിട്ട് തന്നെ ഇപ്പോൾ ഒരു ബെൻഡിങ് മൊമെൻറ്റിൽ ഇതുപോലെ തന്നെ അലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം ലോഡ് മൊമെൻറ്റിന്, ബെൻഡിങ് മൊമെൻറ്റിന് എന്തുണ്ടായിരിക്കും, വേരിയേഷൻ ഉണ്ടായിരിക്കും. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം ദ വേരിയേഷൻ ഓഫ് ദ ഷിയർ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്രാഫിക്കൽ സ്കെച്ചിങ് ആണ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അതേപോലെ തന്നെ ബെൻഡിങ് മൊമെൻ്റ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം വേരിയേഷൻ ഓഫ് ദ ബെൻഡിങ് മൊമെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് ബീംസ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെ ബീം ഉണ്ടെന്ന്. കാൻറ്റിലിവർ ബീമാണ് അതിനകത്ത് ഫസ്റ്റ് വരുന്നത്. സോ എന്താ നോക്കാം, എ ബീം വിച്ച് ഈസ് ഫിക്സഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫ്രീ അറ്റ് ദി അതർ എൻഡ് ഈസ് നോൺ ആസ് കാൻറ്റിലിവർ ബീം. ഓക്കെ, നമുക്ക് ഒരു 6.1 എന്ന് കാണിച്ചിട്ടുള്ള ഫിഗറാണ് കാൻറ്റിലിവറിൻ്റെ ഫിഗർ വരുന്നത്. സോ അതെന്തായിരിക്കും, വൺ എൻഡ് ഫിക്സഡ് ആയിരിക്കും, ഒറ്റ എൻഡ് എന്തായിരിക്കും, ഫ്രീ എൻഡ് ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം, അപ്പോൾ ഇതിൽ ഈ ഒരു ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്ത് ഫിക്സഡ് എൻഡാണ്. റൈറ്റ് എൻഡ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഫ്രീ എൻഡ് ആയിട്ട് വരുന്നത്. സോ അടുത്ത ബീം എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് 6.2 ആയിട്ട് കാണുന്നതാണ് ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. എ ബീം സപ്പോർട്ടഡ് ഓർ റെസ്റ്റിംഗ് ഫ്രീലി ഓൺ ദ സപ്പോർട്ട്സ് അറ്റ് ബോത്ത് എൻഡ്സ് ഈസ് നോൺ ആസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ രണ്ട് എൻഡിലും എന്തുണ്ടായിരിക്കും, സപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് എന്ത് ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, അപ്പോൾ രണ്ട് എൻഡ് സപ്പോർട്ടിൽ ഫ്രീലി റെസ്റ്റ് ചെയ്യുന്ന ഒരു ബീമാണ് എന്ത് ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്തൊരു ബീം നോക്കാം. സോ ഇപ്പോൾ അടുത്ത ബീം വരുന്നത് ഓവർ ഹാങ്ങിങ് ബീമാണ്. സോ ഈ ഒരു 6.3 എന്ന് പറയുന്നതാണ് ഫിഗർ. ഇഫ് എൻ പോർഷൻ ഓഫ് എ ബീം ഈസ് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദി സപ്പോർട്ട് which beam is known as overhanging beam. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു എൻ സപ്പോർട്ട്, അതായത് നമ്മളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓവർഹാങ്ങിങ് ബീം വരുന്നത്. സോ അപ്പോൾ ആ ഒരു സപ്പോർട്ടിന് ബിയോണ്ട് ആയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു ബീം ഓവർഹാങ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതിനെ നമ്മൾ ഓവർഹാങ്ങിങ് ബീം എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് പോർഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രണ്ട് സപ്പോർട്ടിന് ഇൻ ബിറ്റ്വീൻ കാണിച്ചിട്ടുള്ളത്. ദെൻ അതിൽ നിന്ന് ഓവർഹാങ്ങിങ് ആയിട്ടുള്ള പോർഷനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓവർ ഹാങ്ങിങ് ബീമിൻ്റെ സ്പെഷ്യാലിറ്റി പറയുന്നത്. അടുത്തതാണ് എന്ത്, ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. എ ബീം ഹൂസ് ബോത്ത് എൻഡ്സ് ആർ ഫിക്സഡ് ഓർ ബിൽറ്റ് ഇൻ വാൾസ് ഈസ് നോൺ ആസ് ഫിക്സഡ് ബീം. സച്ച് ബീംസ് ഈസ് ഷോൺ. എ ഫിക്സഡ് ബീം ഈസ് ഓൾസോ നോൺ ആസ് ബിൽറ്റ് ഇൻ ഓർ എൻകാസ്റ്റഡ് ബീം. ഓക്കെ, എന്ത് ചെയ്യുക, രണ്ട് വാൾസിൽ എന്ത് ഉണ്ടാവുക, എൻകാസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സോ അടുത്താണ് എന്ത്, കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. ഈ കണ്ടിന്യൂസ് ബീം വിച്ച് ഈസ് പ്രൊവൈഡഡ് മോർ ദാൻ 2 സപ്പോർട്ട്സ് നോൺ ആസ് കണ്ടിന്യൂസ് ബീം. അപ്പോൾ രണ്ടിലധികം സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ബീമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കണ്ടിന്യൂസ് ബീം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഓരോ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു കാൻഡിലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വെർട്ടിക്കലി ഡൗൺവേർഡ് അപ്വേർഡ് ആയിട്ട് എന്ത് ചെയ്യാൻ, അതിനെ ബെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹൊറിസോണ്ടലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ബെൻഡിങ് വരും. ദെൻ ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അതിൻ്റെ സെൻറ്ററിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കോൺകേവ് അല്ലെങ്കിൽ കോൺവെക്സ് ആയിട്ട് നമുക്ക് അതിനെ ബെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ബീമിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ശരിക്കും. ഇനി വരുന്നത് നമുക്ക് ലോഡ്സ് നോക്കാം. അപ്പോൾ അതിനകത്ത് ലോഡ് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്, അതുപോലെ തന്നെ UDL ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്നുണ്ട്. ദെൻ UVL യൂണിഫോംലി വേരിയിങ് ലോഡ് വരുന്നുണ്ട്. A beam is normally horizontal and loads acting on beams are generally vertical. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, അതായത് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പോലെ ബീംസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് അനാലിസിസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിങ്ങനെ ഓരോ പേര് പറഞ്ഞിട്ട് ഓരോ ബീം എന്ന് കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് ബീംസ് എല്ലാം ഹൊറിസോണ്ടലായിട്ടായിരിക്കും വരുന്നത്.
ദെൻ ഇപ്പോൾ വെർട്ടിക്കലാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കോളംന്നോ സ്ട്രട്ടെന്നോ ഒക്കെ എടുക്കും. ഓക്കെ, ഇവിടെ മെയിൻലി വരുന്നത് ഫുൾ ഹൊറിസോണ്ടൽ ബീംസ് ആണ്. ദെൻ ലോഡ്സ് എല്ലാം എന്തായിരിക്കും, വെർട്ടിക്കലി ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ലോഡ് വരുന്നതിനകത്ത് പോയിന്റ് ലോഡ് നമുക്ക് പറയാം. സോ അപ്പോൾ പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയാം. എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഈസ് വൺ വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി ആക്ട് അറ്റ് എ പോയിന്റ്, ഓൾദോ ഇൻ പ്രാക്ടീസ് ഇറ്റ് മസ്റ്റ് റിയലി ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സ്മോൾ ഏരിയ. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു പോയിന്റ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതൊരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്ന ലോഡായിരിക്കും. അല്ലെങ്കിൽ എന്താ, വെരി സ്മോൾ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഫിഗർ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്, ഒരു ഫിഗർ 6.6 നോക്കുക, അതിൽ കാണിച്ചിട്ടുള്ളത്. ദെൻ അതിനകത്ത് W എന്ന് പറയുന്ന ഒരു ലോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബീമിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ ബീം എന്ത് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലേ. ദെൻ നമുക്ക് അടുത്ത് വരുന്നത് കോൺസെൻട്രേറ്റഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. സോ ഇപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുമ്പോൾ അലോങ് ദി ലെങ്ത് ഓഫ് ദ ബീം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ലോഡ് അതിൻ്റെ റേറ്റ് എന്തായിരിക്കും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. സോ അവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ ആദ്യം ആ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കുക. ആ ഒരു ലെങ്ത്തിൽ എന്താണ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ലോഡ് വരുന്നത്. നമ്മൾ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ ഒരു പോയിന്റ് ലോഡായിട്ടാണ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ആ മിഡിലാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്ന പോലെ. സോ ഇതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് UDL എന്നാണ് നമ്മൾ വിളിക്കുക. ഈസ് വൺ വിച്ച് ഈസ് spread over a beam in such a manner that rate of loading W is uniform along the length. Each unit length is loaded to same rate. The rate of loading is expressed as Newton per meter. Uniformly distributed load is represented by UDL. For solving numerical problem, the total uniformly distributed load is converted into a point load ആക്ടിങ് അറ്റ് സെൻറ്റർ ഓഫ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓക്കെ, ആ ഒരു ബീമിൻ്റെ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന പോയിന്റ് ലോഡായിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് UDL എടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്, നമ്മൾ റേറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെങ്കിൽ വെയിറ്റ് പെർ ലെങ്ത് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു UDLൻ്റെ റേറ്റ് നമ്മൾ എടുക്കുന്നത്. ദെൻ ഇനി അടുത്ത് വരുന്നതാണ് എന്ത്, UVL എന്ന് പറയാം, യൂണിഫോംലി വാരിയിങ് ലോഡ്. അപ്പോൾ ഇതിനകത്ത് UDL നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്തായിരിക്കും, അലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം കോൺസ്റ്റൻറ്റ് റേറ്റ് ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. യൂണിഫോംലി വാരിയിങ് ലോഡ് ഈസ് വൺ വിച്ച് ഈസ് സ്പ്രെഡ് ഓവർ എ ബീം ഇൻ സച്ച് എ മാനർ ദാറ്റ് റേറ്റ് ഓഫ് ലോഡിംഗ് വേരീസ് ഫ്രം പോയിന്റ് ടു പോയിന്റ് അലോങ് ദ ബീം in which load is zero at one end and increasing uniformly to the other end. Such a load is known as triangular load. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് ട്രയാങ്കുലർ ലോഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ഒരു പോയിന്റിൽ ഓക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം നോക്കുക, അതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ പോലെ കാണുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു യൂണിഫോംലി വാരിയിങ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ലെഫ്റ്റ് എൻഡിൽ വരുമ്പോൾ 0 ആയിരിക്കും. ദെൻ ആ റൈറ്റ് എൻഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇൻക്രീസിങ് യൂണിഫോംലി എന്താണ്, ഇൻക്രീസിങ് ആണ്. അപ്പോൾ പോയിന്റ് ടു പോയിന്റ് എന്താണ്, ഡിഫറെൻറ്റ് റേറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത്. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ പർപ്പസ് നമ്മൾ എടുക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോഡ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻ വരുന്നത് ഈ ഒരു ബീമിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും വരുന്നത്. അതായത് ഇപ്പോൾ ഒരു ലെഫ്റ്റ് എൻഡിൽ നിന്ന് 2/3 ഇൻറ്റു ലെങ്ത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതൊരു ആ ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആ ഒരു പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ലോഡിൻ്റെ ആക്ഷൻ വരുന്ന രീതിയിൽ എടുക്കുന്നത്. ഓക്കെ, ഇതും നമ്മൾ പോയിന്റ് ലോഡായിട്ടാണ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുന്നത്. Solving numerical problem, the total load is equal to area of triangle and this load is assumed to acting at the center of gravity of triangle at a distance 2/3 of the total length of the beam from left. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ എടുക്കുന്നത്, ഈ ഒരു ടോട്ടൽ ലോഡിനെ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിട്ടായിരിക്കുന്നത് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോഡിനെ എടുക്കുന്നത് OBH ആയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ട്രയാങ്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കണ്ടല്ലോ നേരത്തെ. ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ലോഡിനെ എടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലോഡിൻ്റെ ആക്ഷൻ വരുന്നത് എങ്ങനെയായിരിക്കും, ദ ടോട്ടൽ ലോഡ് അസ്യൂംഡ് ടു ബി ആക്ടിങ് അറ്റ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഫ്രം ദ ലെഫ്റ്റിൽ നിന്ന് എന്താണ്, ലെഫ്റ്റ് എൻഡിൽ നിന്ന്
2/3 L 2/3 ഇൻറ്റു ലെങ്ത് ഓഫ് ദ ബീം. ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു യു ബി എല്ലിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 3 ലോഡാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് പോയിന്റ് ലോഡ്, യു ഡി എൽ ആൻഡ് യു വി എൽ. നമുക്ക് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സൈൻ കൺവെൻഷൻ നോക്കാം. ഫസ്റ്റ് വരുന്നത് ഷിയർ ഫോഴ്സ് ആണ്. Simply supported beam may be carrying a load 100,000 Newton at middle point. The reaction at the supports will be equal to 500 Newton. Hence, Ra equal to Rb is equal to 500 Newton. Now imagine beam is divided into two portions by the section XX. The resultant of load and reaction of left of the section is 500 Newton vertically upward. In this case, there is no load to left of the section, and the resultant of the load and reaction to right of the section is 500 Newton downward. The resultant force acting on any one of the part normal to the axis of the beam is called shear force at section XX, and here the shear force at the section XX is 500 Newton. നമുക്കിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഈ ഒരു ഫിഗർ നോക്കുക. ഇപ്പോൾ ഇതിൽ എന്താ എ ബി എന്ന് പറയുന്ന ഒരു ബീമാണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തുണ്ടായിരിക്കും, വെർട്ടിക്കൽ റിയാക്ഷൻ ആർ എയിൽ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ വെർട്ടിക്കൽ റിയാക്ഷൻ ആർ ബിയിൽ ഉണ്ടായിരിക്കും. ദെൻ ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റിൽ 1000 ന്യൂട്ടൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഒരു എക്സ് എക്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെക്ഷൻ എടുത്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ബീമിനെ ഒരു സെക്ഷൻ ആയിട്ട് എടുത്തു. ഇതെന്താണ് ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സി എന്ന് പറയുന്ന പോയിന്റിന് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു സെക്ഷൻ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആർ എ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഇതിലെ ടോട്ടൽ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എടുക്കാം. സോ അപ്പോൾ നമുക്ക് ഇതിലെ ടോട്ടൽ ഇതിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഒന്ന് ആർ എ ആക്ട് ചെയ്യുന്നുണ്ട്, ഇൻ അപ്വേർഡ് ഡയറക്ഷൻ ആർ ബി ആക്ട് ചെയ്യുന്നുണ്ട്, ഇൻ അപ്വേർഡ് ഡയറക്ഷൻ, ദെൻ 1000 ന്യൂട്ടൺ ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആർ എ പ്ലസ് ആർ ബി എന്തായിരിക്കും, ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു 1000 ന്യൂട്ടൺ ആയിരിക്കും. ഇനി നമ്മൾ ഷിയർ ഫോഴ്സ് കാണാം. ഷിയർ ഫോഴ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബീമിനെ നമ്മൾ ഏതൊരു പോയിന്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്ഷൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ എടുത്തു. ഓക്കെ, നമുക്ക് ഇവിടെ ആർ എ ആർ ബി ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ആർ എ ആർ ബി ഒക്കെ 500 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു പോയിന്റിനെ അബൌട്ടായിട്ട് എന്ത് ചെയ്യാം, മൊമെന്റ് എടുത്താൽ മതി. ദെൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു 1000 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് അറ്റ് ദ മിഡിൽ ഓഫ് ദി ബീം ആണ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ എൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക, ബീമിന്റെ ലെങ്ത് എൽ ആയിട്ട് എടുക്കുക. ദെൻ ഈ ഒരു ബി ടു സി ഡിസ്റ്റൻസ് എൽ ബൈ 2 ആയിരിക്കും, ദെൻ എ ടു സി ഡിസ്റ്റൻസ് എൽ ബൈ 2 ആയിരിക്കും. ചെയ്താൽ മതിയോ, മൊമെന്റ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആർ എ ആർ ബി 500 ന്യൂട്ടൺ ആണ് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാം. എന്തായിരിക്കും ഈ ഒരു എ കെ ബോട്ടായിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും, ഇവിടെ എൽ ബൈ 2 വരും. 1000 ന്യൂട്ടൺ ആണ് അവിടുത്തെ ഫോഴ്സ്, അവിടുത്തെ ഡിസ്റ്റൻസ് വരുന്നത് എൽ ബൈ 2 ഡിസ്റ്റൻസ് ആണ്. ദെൻ ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുത്തു. ദെൻ ഇനി എന്ത് ചെയ്യാം, ഈ ആർ ബി ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്, ഞാൻ അതിനെ നെഗറ്റീവായിട്ട് എടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, എൽ ഡിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. സോ എൽ ഇൻറ്റു ആർ ബി എടുക്കും. എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നെഗറ്റീവ് സൈനിനെ അപ്പുറത്തേക്ക് എടുക്കുക. അതായത് ഈ ഒരു എൽ ഇൻറ്റു ആർ ബിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും, ഇപ്പോൾ 1000 എൽ ബൈ 2 ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ആർ ബി എന്ന് വരും. നമുക്ക് ഈ എല്ലിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആർ ബി ഈക്വൽ ടു 1000 ബൈ 2, അതെന്താണ് 500 ആണ്. ഓക്കെ, അപ്പോൾ ആർ ബി നമുക്ക് എന്ത് കിട്ടി, 500 ന്യൂട്ടൺ കിട്ടി. ദെൻ പോസിറ്റീവ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ എന്താണ്, വെർട്ടിക്കലി അപ്വേർഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ഷൻ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ 1000 ആണ് എന്ത് ചെയ്യുന്നത്, ആർ എ പ്ലസ് ആർ ബി വരുന്നത്. സോ ഇപ്പോൾ ആർ ബി 500 ആകുമ്പോൾ ആർ എത്ര ആയിരിക്കും, 500 ആയിരിക്കും. ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, അതിൽ ജസ്റ്റ് കാണാൻ പറഞ്ഞിട്ടില്ല.
നമുക്ക് ഓൾറെഡി അത് തന്നിട്ടുണ്ട് വാല്യൂസ് RARB ഒക്കെ 500 ആണെന്ന് എന്ത് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു RARB തരാത്ത കേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പൊ ഇങ്ങനെ RARBയുടെ വാല്യൂ കാണേണ്ടത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സെക്ഷൻ കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്നത് ഏതാണ്, ഒരു 500 ന്യൂട്ടൺ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, and the resultant of load and reaction to the right of x-axis. എന്ത് ചെയ്യുക, ഇനി അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോയിന്റിൽ നിന്ന് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോയിന്റിൽ നിന്നുള്ള റൈറ്റ് സെക്ഷനിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റ് സെക്ഷനിലേക്കോ വരുന്ന വേർട്ടിക്കൽ ഫോഴ്സസിന്റെ റിസൾട്ടന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഷിയർ ഫോഴ്സ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് ആ ഒരു സെക്ഷന്റെ നമ്മളെടുത്ത ആ ഒരു സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലെ കേസാണ് നമ്മൾ പറഞ്ഞത്. അവിടെ എങ്ങനെയാണ് 500 ന്യൂട്ടൺ അപ്വേർഡ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് 1000 ന്യൂട്ടൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 500 ന്യൂട്ടൺ അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ റിസൾട്ടന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 500 ന്യൂട്ടൺ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത് കിട്ടും. സോ ഇപ്പോൾ ആ ഒരു സെക്ഷന്റെ റൈറ്റ് സൈഡിൽ എന്താണ് ഷിയർ ഫോഴ്സ് വരുന്നത്, അപ്വേർഡ് ഡയറക്ഷനിൽ 500 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഓഫ് ദ സെക്ഷൻ ആക്ട് ചെയ്യുന്നത്. ദ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എനി വൺ ഓഫ് ദ പാർട്ട് നോർമൽ ടു ദ ആക്സിസ് ഓഫ് ബീം ഈസ് കോൾഡ് ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബീം ആക്സിസിന്റെ നോർമൽ ഡയറക്ഷനിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 500 ന്യൂട്ടൺ ആണ് എന്ത് ചെയ്യുന്നത്, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. The shear force at a section will be considered positive when the resultant force to the left of the section is upward or to the right of section is downward. Okay, അടുത്ത സൈൻ കൺവെൻഷൻ ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു സെക്ഷൻ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ അപ്വേർഡ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ദെൻ അതേപോലെ തന്നെ റൈറ്റ് ഓഫ് ദ സെക്ഷൻ ഡൗൺവേർഡ് ആണെങ്കിലും നമുക്ക് എന്താണ് ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഇനി അതല്ല, അടുത്തത് similarly, shear force at a section will be considered negative if the resultant of the shear force to left of the section is downward or to the right of the section is upward. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഒരു സെക്ഷന് ലെഫ്റ്റ് സൈഡിൽ എന്താണ് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ റൈറ്റ് സൈഡ് അപ്വേർഡ് ആണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് എടുക്കും, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എടുക്കും. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫിഗർ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു സെക്ഷൻ എടുത്തു. ഓക്കെ, ഈ ഒരു സെക്ഷൻ എന്താണ് അപ്വേർഡ് ആണ്. ഓക്കെ, ഈ ഒരു സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എടുക്കും, പോസിറ്റീവ്. അതേപോലെ തന്നെ ഈ ഒരു സെക്ഷന് റൈറ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിൽ എന്താണ് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെങ്ങനെ എടുക്കും, പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി അടുത്തത് ഒരു ബീം കൺസിഡർ ചെയ്യുക. ഇതെവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സെക്ഷന് ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് ആണ്, അതേപോലെ തന്നെ ഈ ഒരു സെക്ഷന് റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എടുക്കും, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആയിട്ട് എടുക്കും. അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സോ ഷിയർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ വിൽ ബി കൺസിഡർഡ് പോസിറ്റീവ് വെൻ റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സസ് ടു ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് അപ്വേർഡ്. ഓക്കെ, സെക്ഷൻ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിലും അതേപോലെ തന്നെ ടു റൈറ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് ഡൗൺവേർഡ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഷിയർ ഫോഴ്സ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. സിമിലർലി ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ വിൽ ബി കൺസിഡർഡ് നെഗറ്റീവ് ഇഫ് റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സ് ടു ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് ഡൗൺവേർഡ് ഓർ ടു ദ റൈറ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് അപ്വേർഡ്. Hence resultant force of the left of the section is upward and hence the shear force will be positive. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ് വരുന്നത്. നമുക്ക് അടുത്തത് ബെൻഡിങ് മൊമെന്റ് ആണ്. The bending moment at a section is considered positive if the bending moment at that section is such that tend to bend the beam to a curvature having concavity at the top as shown in figure. Similarly, bending moment at a section is to be considered negative if the bending moment at the section is such that it tend to bend the beam to a curvature having convexity at top as shown. The positive bending moment is called sagging moment and the negative bending moment is called hogging moment. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയതായിട്ട് രണ്ട് പേരും കൂടി വരുന്നുണ്ട്. ഒന്ന് ഹോഗിങ് മൊമെന്റ്, ഒന്ന് സാഗിങ് മൊമെന്റ്.
അപ്പോൾ അടുത്തത് ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ സെക്ഷൻ ഈസ് കൺസിഡർഡ് പോസിറ്റീവ്. ഇപ്പോൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെക്ഷൻ ഈസ് സച്ച് ദാറ്റ് ടെൻഡ് ടു ബെൻഡ് ദ ബീം ടു എ കർവേച്ചർ കോൺകേവിറ്റി അറ്റ് ദ ടോപ്പ്. ഓക്കെ, നമ്മൾ പറയും ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു ഫംഗ്ഷനെ നമ്മൾ കോൺകേവ് അപ്പ് കോൺകേവ് അപ്പ് നമ്മൾ പറയും. ഓക്കെ, സോ എന്ത് ചെയ്യുക, ടോപ്പ് സൈഡിൽ ഇപ്പോൾ ആ ഒരു ബീമിന്റെ ടോപ്പ് സൈഡിൽ എന്താണ്, ഇപ്പോൾ കോൺകേവ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയും. സിമിലർലി അറ്റ് എ സെക്ഷൻ കൺസിഡർ നെഗറ്റീവ് ഇഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ സെക്ഷൻ ഈസ് സച്ച് ദാറ്റ് ടെൻഡ് ടു ബെൻഡ് ദ ബീം ടു എ കർവേച്ചർ ഹാവിംഗ് കോൺവെക്സിറ്റി അറ്റ് ടോപ്പ്. ഓക്കെ, ഇപ്പോൾ ടോപ്പ് സൈഡിൽ കോൺവെക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, ഇപ്പോൾ ഈ ഒരു പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റിനെ ഓക്കെ ഇതാണ് കോൺകേവ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം? സാഗിങ് മൊമെന്റ് എന്ന് വിളിക്കാം. ദെൻ കോൺവെക്സ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിനെ ഫോഗിങ് മൊമെന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ബീമിന്റെ ടോപ്പ് സൈഡ് കോൺകേവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആ ഒരു സെക്ഷനിലെ മൊമെന്റ് കാരണം ബീമിന് എന്താണ് ടോപ്പ് സൈഡിൽ കോൺകേവിറ്റി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് വിളിക്കും? പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ സാഗിങ് മൊമെന്റ് എന്നും. അതേപോലെ തന്നെ ഒരു സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് കാരണം ആ ഒരു ബീമിന് എന്താണ്, കർവേച്ചർ എന്താണ്, ആ ടോപ്പ് സൈഡിൽ കോൺവെക്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് വിളിക്കും? ഫോഗിങ് മൊമെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് വിളിക്കും. അപ്പോൾ അതിന്റെ രണ്ട് ഫിഗേഴ്സ് നമുക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഇവിടെ എന്താണ്, ടോപ്പ് സൈഡിൽ കോൺകേവിറ്റി ആണ്. സോ ദിസ് ഇസ് ദ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഓർ ദ സാഗിങ് മൊമെന്റ്. ഇവിടെ എന്താണ്, ടോപ്പ് സൈഡിൽ കോൺവെക്സിറ്റി ആണ് വരുന്നത്. സോ കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ന് വിളിക്കും? നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഓർ ദി ഹോഗിങ് മൊമെന്റ് എന്ന് വിളിക്കും. അടുത്തത് കൺസിഡർ എ സിംപ്ലി സപ്പോർട്ടഡ് ബി മേ ബി carrying a load 1000 Newton at its middle point reaction R and RB are equal and are having magnitude 500 Newton. Imagine a beam is to be divided into two portions by the section XX. The left section XX at a distance 1 meter from A. The moment of all forces to the left of the section XX is RA into 1 is equal to 500 into 1, that is 500 Newton meter clockwise. Also moment of all forces to the right of the section XX 3 RB into 3 anti-clockwise minus 1000 into 1 into clockwise is equal to 500 into 3 Newton meter minus 1000 into 1 Newton meter, which is equal to 500 Newton meter ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, സോ നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ കാൽക്കുലേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബീം കൺസിഡർ ചെയ്യുക. അതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 4 മീറ്റർ ലെങ്ത് ആണ് വരുന്നത്. സോ ഇപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത് ഒരു പോയിന്റ്, ബി എന്ന് പറയുന്നത് അടുത്തൊരു പോയിന്റ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അതിന്റെ മിഡിലാണ് എന്ത് ചെയ്യുന്നത് 1000 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ. സി എന്ന് പറയുന്നതാണ് മിഡിൽ പോർഷൻ വരുന്നത്. ദെൻ നമ്മളൊരു സെക്ഷൻ എടുത്തു, എയിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തു, നമ്മളൊരു സെക്ഷൻ, ഒരു XX എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുത്തു. സോ ഇപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഈ ഒരു ബീമിന്റെ തന്നെ മിഡിൽ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിലെ വെർട്ടിക്കൽ റിയാക്ഷൻസ് RA ആൻഡ് RB വരുന്നത് 500 ന്യൂട്ടൺ ആണ്. അത് ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. RB എന്ത് ചെയ്യുന്നിട്ടുണ്ട് 500 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബെൻഡിങ് മൊമെന്റ് നോക്കാം. അപ്പോൾ ഒരു സെക്ഷന് റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സം ഓഫ് മൊമെന്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു XX എന്ന് പറയുന്ന ഒരു സെക്ഷന് ലെഫ്റ്റ് പോർഷൻ എടുക്കുക. അപ്പോൾ ലെഫ്റ്റ് പോർഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്, RA അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബീം. ഇതാണ് എന്ത് ചെയ്യുന്നത് 1 മീറ്റർ ഡിസ്റ്റൻസ്, അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് XX എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ് 1 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ RA എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പോയിന്റിൽ RA എന്ന് പറയുന്ന റിയാക്ഷൻ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ ആണ് ആക്ട് ചെയ്യുന്നത്. 500 ന്യൂട്ടൺ ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. 500 ന്യൂട്ടൺ. ദെൻ ദ ഡിസ്റ്റൻസ്
1 meter ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇതിൻ്റെ ആക്ഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ആക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഇവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് അല്ലെങ്കിൽ സം ഓഫ് ദ ബെൻഡിങ് മൊമെൻ്റ് വരുന്നത് എന്താണ്? 500 ഇൻറ്റു 1 meter, ദാറ്റ് ഈസ് 500 ന്യൂട്ടൺ മീറ്റർ ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരുന്നത്. ഓൾസോ മൊമെൻ്റ് ഓഫ് ഓൾ ഫോഴ്സസ് ഇൻ ദ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, ഇനി റൈറ്റ് ഓഫ് ദ സെക്ഷൻ കൺസിഡർ ചെയ്യുക. സോ ഇപ്പോൾ ഇങ്ങോട്ട് എന്തായിരിക്കും? ഇങ്ങോട്ട് ഇപ്പോൾ ഈ ഒരു സെക്ഷനെ റൈറ്റ് സൈഡിലേക്ക് ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ് അങ്ങോട്ട് ഇപ്പോൾ 1 meter ഡിസ്റ്റൻസ്, ദെൻ സിയിൽ നിന്ന് ബിയിലേക്ക് 2 meter ഡിസ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ സിയിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? 1000 ന്യൂട്ടൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? 500 ന്യൂട്ടൺ റിയാക്ഷൻ അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഇതിൽ റൈറ്റ് ഓഫ് ദ സെക്ഷൻ എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത്. ദെൻ ഈ ഒരു പോയിന്റിൽ എന്താണ്, സോറി, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു സെക്ഷൻ എടുത്തിട്ടുള്ള എവിടെയാണ്? 1 meter ഫ്രം ദി ലെഫ്റ്റ് സൈഡ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇനി റിമൈനിങ് വരുന്നത് 3 meter ആണ്. അപ്പോൾ ഇതിനകത്ത് ക്ലോക്ക് വൈസ് മൊമെന്റ് ഇപ്പോൾ ഈ ഒരു ആർ ബി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ വരുന്നത്. ദെൻ ഈ ഒരു വെയിറ്റ് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 3 ഇൻറ്റു ഇവിടുത്തെ വാല്യൂ വരുന്നത് എത്രയാണ്? 500 ആണ്. ആറയുടെ വാല്യൂ 3 ഇൻറ്റു 6 മൈനസ് ഇവിടുത്തെ ഡിസ്റ്റൻസ് വരുന്നത് 1 ആണ്. 1 meter ആണ്. സോ 1 ഇൻറ്റു 1000. നമുക്ക് എന്തെന്ന് കിട്ടും? 1500 ന്യൂട്ടൺ മീറ്റർ മൈനസ് 1000 ന്യൂട്ടൺ മീറ്റർ. നമുക്ക് കിട്ടുന്നത് 500 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കിട്ടിയിട്ടുള്ളത്, അല്ല ലെഫ്റ്റ് സൈഡിൽ കിട്ടിയിട്ടുള്ളത്, ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ കിട്ടിയിട്ടുള്ളത് നമുക്ക് ക്ലോക്ക് വൈസും അതേപോലെ തന്നെ റൈറ്റ് ഓഫ് ദ സെക്ഷൻ കിട്ടിയിട്ടുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ അപ്പോൾ അതെന്താണ്? ഇത് സാഗിങ് മൊമെൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു ടോപ്പ് ഓഫ് ദ ബീമിന് എന്താണ്? കോൺകേവ് കർവേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മൊമെന്റ് കൊടുക്കുന്നത്. The bending moment at section is algebraic sum of moment of forces and a reaction acting on one side of the section. Hence bending moment at section xx is 500 Newton meter. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ എടുത്തപ്പോൾ നമുക്ക് 500 ന്യൂട്ടൺ ആണ് കിട്ടിയത്. അതേപോലെ തന്നെ റൈറ്റ് ഓഫ് ദ സെക്ഷൻ എടുത്തപ്പോഴും നമുക്ക് കിട്ടിയത് 500 ന്യൂട്ടൺ മീറ്റർ തന്നെയാണ്. ഇപ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത് then the bending moment will be considered positive when the moment of the forces and the reaction on left of the portion is clockwise and the right of the portion is anti-clockwise. നമ്മൾ പോസിറ്റീവ് മൊമെന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടിയത്? എന്താണ്? സാഗിങ് മൊമെന്റ് ആണെന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പോസിറ്റീവ് മൊമെന്റ് ആണ്. സോ ഇപ്പോൾ അതിനുള്ള കണ്ടീഷൻ ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ബെൻഡിങ് മൊമെന്റ് വിൽ ബി കൺസിഡർഡ് പോസിറ്റീവ് ആൻഡ് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ ഓൺ ലെഫ്റ്റ് ഓഫ് ദ പോർഷൻ ഈസ് ക്ലോക്ക് വൈസ്. അപ്പോൾ പോർഷൻ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ്, അതേപോലെ തന്നെ റൈറ്റ് ടു ദ പോർഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ പോസിറ്റീവ് മൊമെന്റ് എന്നാണ് എടുക്കുക. എന്താണ്? സാഗിങ് മൊമെന്റ് എന്നാണ് എടുക്കുക. സിമിലർലി ബെൻഡിങ് മൊമെന്റ് വിൽ ബി കൺസിഡർഡ് നെഗറ്റീവ് ആൻഡ് ദ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ ഓൺ ലെഫ്റ്റ് പോർഷൻ ഈസ് ആന്റി ക്ലോക്ക് വൈസ് ആൻഡ് ഓൺ റൈറ്റ് പോർഷൻ ഈസ് ക്ലോക്ക് വൈസ് ഈസ് ഷോൺ. The bending moment at the x-axis section xx is negatives. ഓക്കെ, ഇപ്പൊ എന്താണ്? ഒരു സെക്ഷന്റെ ലെഫ്റ്റ് ടു ദ സെക്ഷൻ എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസും റൈറ്റ് ടു ദ സെക്ഷൻ റൈറ്റ് ടു ദ പോർഷൻ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെങ്ങനെ വിളിക്കാം? നമുക്ക് അതിനെ നെഗറ്റീവ് മൊമെന്റ് എന്ന് വിളിക്കാം. അതിന്റെ ഹോഗിങ് മൊമെന്റ് ആണ് വരുന്നത് ആന്റി ക്ലോക്ക് വൈസ്. അതേപോലെ തന്നെ റൈറ്റ് ഓഫ് ദ പോർഷൻ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നെഗറ്റീവ് മൊമെന്റ് ആണ്, സാഗിങ് മൊമെന്റ് ആണ് വരിക. അപ്പൊ എന്തായിരിക്കും? ടോപ്പ് ഓഫ് ദ ബീം കോൺവെക്സ് കർവേച്ചർ ആയിരിക്കും വരുന്നത്. ഇനി എന്ത് ചെയ്യാം? ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് നോക്കാം. Mentioned that shear force diagram is one which shows variation of shear force along the length of beam, and bending moment diagram is one which shows variation of bending moment along length of beam. In these diagrams, the shear force or bending moment are represented by coordinate, whereas the length of the beam represented as FC. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് അതേപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒക്കെ വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ
ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്ന് വരുന്നത്. ഇപ്പോൾ ഇതിൽ എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ലെങ്ത് ഓഫ് ദ ബീം ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഷിയർ ഫോഴ്സ് അതേപോലെ തന്നെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു y ഓർഡിനേറ്റിൽ എടുക്കുന്നത്. ഇപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതേപോലെ തന്നെ ബെൻഡിങ് മൊമെന്റോ ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും? വേരിയേഷൻ ഓഫ് ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് അലോങ് ദി ലെങ്ത് ഓഫ് ദ ബീം ആയിരിക്കും. സോ ഇപ്പോൾ അലോങ് ദ ലെങ്ത്, അതായത് ലെങ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലെ എക്സ് ആക്സിസ് ആയിട്ടും വൈ ആക്സിസ് ആയിട്ട് നമ്മൾ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് എടുക്കും. തന്നെ അലോങ് ദ ലെങ്ത് ബീമിന്റെ ലെങ്ത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബി എസ് എഫും അതേപോലെ തന്നെ ബി എമ്മിന് വരുന്ന വേരിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു പോർഷൻ ഒരു ബീം എടുത്തു അതിനെ നമ്മൾ സെക്ഷൻ ചെയ്തു വിചാരിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ ലെഫ്റ്റ് സെക്ഷൻ നോക്കാം അല്ലെങ്കിൽ റൈറ്റ് സെക്ഷൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. add forces normal to beam on one portion. If right of the portion of the section is used and a force on right portion acting downward is positive while the force acting upward is negative. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ബീമിന് നമ്മളൊരു ബീം കൺസിഡർ ചെയ്യാം. ബീമിന്റെ ആക്സിസിന് നോർമൽ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സസിനെയാണ് എന്ത് ചെയ്യുക നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ലെഫ്റ്റ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്തു, ഇതൊരു ബീം അതിനെ സെക്ഷൻ ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സെക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ് ആയിട്ടും അതേപോലെ തന്നെ അപ്വേർഡ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സിനെ നമുക്ക് പോസിറ്റീവ് ആയിട്ടും എടുക്കാം. ഇനി റൈറ്റ് സെക്ഷൻ, ഓക്കെ, നമ്മൾ ഈ ഒരു സെക്ഷന്റെ റൈറ്റ് പോർഷൻ ആണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലെ ഡൗൺവേർഡ് വരുന്ന ഫോഴ്സിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടും അപ്വേർഡ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോഴ്സ് ഓൺ റൈറ്റ് പോർഷൻ acting downward is positive while force acting upward is negative. If the left portion of the section is used and force on left portion acting upward is positive while the force acting downward is negative. ഇതാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. ഇനി അടുത്തത്, the positive values of shear force and bending moments are plotted above the baseline and negative values below the baseline. അപ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ബേസ് ലൈൻ വരക്കും. സോ ഇപ്പോൾ ഈ ഒരു ബേസ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു ലൈനിന്റെ അപ്പോ പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് വാല്യൂസ് ഓഫ് ദി ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് എന്ത് ചെയ്യുക, നമ്മൾ ഡൗൺവേർഡിലാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ബേസ് ലൈനിന്റെ താഴെയാണ് എന്ത് ചെയ്യേണ്ടത്, പ്ലോട്ട് ചെയ്യേണ്ടത്. ഇതാണ് എന്ത് ചെയ്യുന്നത് മൂന്നാമത്തെ പോയിന്റ് വരുന്നത്. നമുക്ക് നാലാമത്തെ പോയിന്റ് നോക്കാം. The shear force diagram will increase or decrease. Suddenly there is a vertical straight line at a section where there is a vertical point load. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ബീം കൺസിഡർ ചെയ്യുക, അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യണമെന്നുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഷിയർ ഫോഴ്സ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സഡൻലി ഇൻക്രീസ് ചെയ്യും. അഞ്ചാമത്തെ പോയിന്റ്, the shear force between any two vertical loads will be constant and hence the shear force diagram between two vertical loads will be horizontal. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പോൾ രണ്ട് വെർട്ടിക്കൽ ലോഡ്സിന് ബിറ്റ്വീൻ ആകുമ്പോൾ ഷിയർ ഫോഴ്സ് എങ്ങനെയായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഈ വെർട്ടിക്കൽ ലോഡ്സിന് ഇൻ ബിറ്റ്വീൻ ആകുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും വരുന്നത്. The bending moment at two support of simply supported beam and at the free end of cantilever will be 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അതേപോലെ തന്നെ കാൻഡിലിവർ ബീം എടുക്കുക. അപ്പോൾ ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ രണ്ട് എൻഡിലും എന്താണ്, ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 ആയിരിക്കും. അതേപോലെ തന്നെ കാൻഡിലിവറിന്റെ വൺ എൻഡിൽ എന്തായിരിക്കും, അതായത് ഫ്രീ എൻഡ് ഓഫ് ദി കാൻഡിലിവറിന്റെ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇതാണ് 6 പോയിന്റ്സ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ഇനി വരുന്നത് ഒരു കാൻഡിലിവറിൽ പോയിന്റിലൂടെ ആക്ട് ചെയ്യുമ്പോഴുള്ള ഷിയർ ഫോഴ്സ് അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ്. ഷിയർ ഫോഴ്സ് അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെ വരക്കേണ്ടതാണ് പറയുന്നത്. സോ അപ്പോൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വേരിയേഷൻ ഓഫ് ഫോഴ്സ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ലെങ്ത് ഓഫ് ദ ബീം ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രം ആയിട്ട് എന്ത് ചെയ്യുന്നത്
പ്ലോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് അതിൽ ബീമിന്റെ ലെങ്ത് എക്സ് ആക്സിസ് ആയിട്ടും അതേപോലെ തന്നെ എന്താണ് വൈ ഓർഡിനേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബീം കൺസിഡർ ചെയ്യുക, ഒരു ബീമിന്റെ എന്ത് ചെയ്യുക, നമുക്ക് ഫസ്റ്റ് സെക്ഷൻ ചെയ്യുക, അതിൽ എന്ത് ചെയ്യാം, നമുക്ക് ലെഫ്റ്റ് പോർഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് പോർഷൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ദെൻ എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് ഒരു പോർഷൻ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് ഉള്ള എന്ത് ചെയ്യുക, റിസൾട്ടന്റ് ഫോഴ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ലോഡ് ഇൻക്ലൂഡ് ചെയ്യുക, അതേപോലെ തന്നെ റിയാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ബീമിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ, ബീമിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സസിനാണ്, അതിലെ വെർട്ടിക്കൽ ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺവേർഡ് ഫോഴ്സിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക, അപ്വേർഡ് ഫോഴ്സിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ റൈറ്റ് സെക്ഷൻ ആണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺവേർഡ് ഫോഴ്സിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, അപ്വേർഡ് ഫോഴ്സിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അടുത്ത പോയിന്റ് വരുന്നത്, അപ്പോൾ നമ്മൾ ഈ ഒരു ബേസ് ലൈനിന് എന്ത് ചെയ്യുക, എബോവിലാണ് എന്ത് ചെയ്യുക, പോസിറ്റീവ് വാല്യൂസ്, ഷിയർ ഫോഴ്സ് അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റിന്റെ പോസിറ്റീവ് വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ അപ്വേർഡ് ഓഫ് ദി ബേസ് ലൈൻ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നെഗറ്റീവ് വാല്യൂസ് എന്ത് ചെയ്യുക, ബേസ് ലൈനിന് ബിലോ ആയിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ദെൻ ഈ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട് ആക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, സഡൻലി ആ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഡയഗ്രാം ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും വിത്ത് വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ അറ്റ് ദി സെക്ഷൻ. ആ ഒരു സെക്ഷനിൽ ഒരു വെർട്ടിക്കൽ ലൈനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഷിയർ ഫോഴ്സ് അതേപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ടു ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ എനി ടു വെർട്ടിക്കൽ ലോഡ് വിൽ ബി കോൺസ്റ്റന്റ്, ഹാൻസ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബിറ്റ്വീൻ ടു വെർട്ടിക്കൽ ലോഡ്സ് വിൽ ബി ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വെർട്ടിക്കൽ ലോഡ്സ് ഉണ്ട്, അതിന് ഇൻ ബിറ്റ്വീൻ എന്താണ്, കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. ഷിയർ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡയഗ്രത്തിനകത്ത് എങ്ങനെയായിരിക്കും, അത് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഓക്കെ, SFDയിൽ വരുന്നത് എങ്ങനെയായിരിക്കും, ഇൻ ബിറ്റ്വീൻ ദ ടു വെർട്ടിക്കൽ ലോഡ്സ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും വരുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കാൻഡിലിവർ ബീമിന്റെ എന്തായിരിക്കും, ഫ്രീ എൻഡ് ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ടു എൻഡ് സപ്പോർട്ട്സ് എങ്ങനെയായിരിക്കും, ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് അടുത്ത് തന്നിട്ടുള്ളത് SFD അതുപോലെ തന്നെ BMD ഫോർ എ കാൻഡിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു കാൻഡിലിവർ ബീം വന്നിട്ടുണ്ട്, അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ എൻഡിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നതെന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഷിയർ ഫോഴ്സ് അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി. സോ നമുക്ക് ജസ്റ്റ് നോക്കാം. Figure 6.14 shows a cantilever beam AB of length L fixed at a point A and free at the point B and carrying a point load W at the free end B. നമുക്ക് എന്താണ് ഇവിടെ, നമുക്കൊരു കാൻഡിലിവർ ബീമാണ് തന്നിട്ടുള്ളത്. അതിന്റെ എ എന്ന് പറയുന്ന എൻഡ് ഫിക്സഡ് എൻഡ് ആണ്, അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഫ്രീ എൻഡ് ആണ്. സോ ഇപ്പോൾ അതിൽ ഫ്രീ എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, W എന്ന് പറയുന്ന ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നത്, XX എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ എടുക്കുകയാണ്. എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് ബി, അല്ലെങ്കിൽ ഫ്രീ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബീമിനെ നമ്മൾ സെക്ഷൻ ചെയ്യുകയാണ്. Take a section X at a distance X from free and consider right portion of the section. The shear force at this section is equal to the resultant force acting on right portion at the given section, but resultant force acting on right portion at the section X is W and acting downward direction. But force on the right portion acting downward is considered positive, hence the shear force at X is positive. Okay, നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ബീം സിസ്റ്റം ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു കാൻഡിലിവർ ബീം വരുന്നത്. ഇതിന്റെ എ എന്ന് പറയുന്ന ഈ ഒരു എൻഡ് ഫിക്സഡ് എൻഡ് ആണ്, ബി എന്ന് പറയുന്നത് ഫ്രീ എൻഡ് ആണ്. ഇപ്പൊ ഈ ഒരു ഫിക്സഡ് എൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, എ എന്ന് പറയുന്ന പോയിന്റ്, അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഫ്രീ എൻഡ് ആണ് വരുന്നത്. ദെൻ ഈ ഒരു ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, W എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രം ദ ഫ്രീ എൻഡ് ഒരു എക്സ് ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ് ഡിസ്റ്റൻസിൽ, ഫ്രീ എൻഡ് ചെയ്യുന്ന എക്സ് ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. സോ ഇപ്പോൾ ഈ ഒരു ബീമിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സെക്ഷൻ ചെയ്തു. സോ ഇപ്പോൾ ഈ ഒരു സെക്ഷന്റെ റൈറ്റ് പോർഷൻ ആണ് എന്ത് ചെയ്യുക, നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൈറ്റ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും, ഡൗൺവേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും, അപ്വേർഡ് ഫോഴ്സ് എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതിന്റെ റൈറ്റ് പോർഷൻ ആണ് കൺസിഡർ, അല്ലെങ്കിൽ റൈറ്റ് സെക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്.
അപ്പോൾ അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ആകെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഫോഴ്സിന്റെ വാല്യൂ വരുന്നത് എന്താണ്? നമുക്ക് സം ഓഫ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? W എന്ന് എഴുതാം. ഓക്കെ, ദെൻ അതിന്റെ കൺവെൻഷൻ വരുന്നത് പോസിറ്റീവ് ആണ്, അതായത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് W എന്ന് എടുക്കാം. The shear force will be constant at all section of the cantilever beam between A and B. There is no other load between A and B. Okay, നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വേറെ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ ഒരു സെക്ഷൻ എടുത്തത്. ഇനി എന്ത് ചെയ്യാതെ നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ എടുത്ത് നോക്കാം. അപ്പോൾ ഇതിനെ ഒരു x1 ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സെക്ഷൻ എടുത്തു. അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു? അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? പോസിറ്റീവ് W തന്നെ കിട്ടുക. നമുക്ക് ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബീമിനെ സെക്ഷൻ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര നിയറർ പോയിന്റ് ടു ദയിൽ നമ്മൾ സെക്ഷൻ ചെയ്താലും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? അവിടുത്തെ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? W, പോസിറ്റീവ് W തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ ആകെ ഒരൊറ്റ പോയിന്റിലോടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ബെൻഡിങ് മൊമെന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ഈ ഒരു കാൻഡിലിവർ ബീം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രീ എൻഡിൽ എന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും നമ്മൾ പറഞ്ഞു. Of the bending moment diagram, the bending moment at the section X is given by mx equal to minus W into X. നമ്മളിപ്പോൾ റൈറ്റ് പോർഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത് സെക്ഷന്റെ റൈറ്റ് പോർഷൻ. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്സ് എന്ന് പറയുന്നത് ഏതാണ്? W ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു W ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ മൊമെന്റ് എടുക്കുക. റൈറ്റ് ലെഫ്റ്റ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം, ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഇവിടെ ആണെങ്കിൽ റൈറ്റ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? തിരിച്ചെടുക്കുക. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണ്, സോ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നെഗറ്റീവ് വാല്യൂ എടുക്കുക. Bending moment will be negative as for the right portion of the section. The moment W at X is clockwise. Also bending of the cantilever will take place in such a manner that the convexity will be at the top of the beam. Okay, so ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് സെക്ഷന്റെ റൈറ്റ് സൈഡിൽ വരുന്നത് എന്താണ്? ക്ലോക്ക് വൈസ് ആണ്. സോ ഇപ്പോൾ ഈ ഒരു കാൻഡിലിവർ ബീം എങ്ങനെയായിരിക്കും? ഇതിന്റെ ടോപ്പ് പോർഷൻ കോൺവെക്സ് ആവുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്ക് ഒരു ടോപ്പ് ഓഫ് ദി ബീം കോൺവെക്സ് കർവേച്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. From equation 1, it is clear that BM at any section is proportional to distance of the section from the end. Okay, so ഇപ്പോൾ എന്ത് ചെയ്യാം? ഈ ഒരു നമ്മുടെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ വരുന്നത് എന്തായിരുന്നു? ബെൻഡിങ് മൊമെന്റ് അറ്റ് ദി സെക്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് W ഇൻറ്റു എക്സ് ആയിരുന്നു വന്നത്. ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഫ്രം ദ ഫ്രീ എൻഡ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? ഈ ഒരു ബെൻഡിങ് മൊമെന്റ് അതേപോലെ തന്നെ ഷിയർ ഫോഴ്സ് നമ്മൾ എന്താണ്? കോൺസ്റ്റന്റ് ആണ് എടുത്തു. ഇപ്പോൾ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഇനി വേണ്ടത് നമുക്ക് വേരിയേഷൻ ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു എക്സ് ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് W എന്ന് പറയുന്നത് വേരിയബിൾ അല്ല, എക്സ് എന്ന് പറയുന്നതാണ് എന്തെന്ന്? വേരിയബിൾ. ഈ ഒരു ബീമിന്റെ ലെങ്ത് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഫ്രം ദ ഫ്രീ എൻഡ്, ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദ ഫ്രീ എൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അറ്റ് ദ ഫ്രീ എൻഡിലെ വാല്യൂ ബി ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 0 ആണ്. നമുക്ക് എക്സിന് 0 കൊടുത്ത് നോക്കാം. അത് നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്ത് കിട്ടും? മൈനസ് W ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. ദെൻ ഇനി എന്ത് ചെയ്യാം? അടുത്തത് ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടേക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫ്രീ എൻഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? L ഡിസ്റ്റൻസ് ആണ് വരുന്നത്. എക്സിൽ എങ്ങനെയായിരിക്കും? ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ W ഇൻറ്റു L ആയിരിക്കും വരുന്നത്. Hence, bending moment follow straight line law. The bending moment diagram is shown at point A. Take AC is equal to W into L in downward direction.
BC. സോ ഇപ്പം എന്ത് ചെയ്യുക, ഇവിടുത്തെ ഈ ഒരു ബെൻഡിങ് മൊമെന്റ് എന്ത് ചെയ്യുന്നത് സ്ട്രൈറ്റ് ലൈൻ ലോ ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഇപ്പം നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്തായിരുന്നു, 0 ആയിരുന്നു. ഫ്രീ എൻഡിലെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ബി ഫിക്സഡ് എൻഡിലെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, WL ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അവിടെ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ബേസ് ലൈനിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യുക, നമ്മൾ നെഗറ്റീവ് വാല്യൂസ് മാർക്ക് ചെയ്യുക. സോ ഇത് സ്ട്രേറ്റ് ലൈനിലാണോ ഫോളോ ചെയ്യുന്നത്. സോ അപ്പൊ എന്ത് ചെയ്യുക, ഒരു സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് ബിയും സിയും നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു കാൻഡിലിവർ ബീമിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം നമ്മൾ പറഞ്ഞു എങ്ങനെയായിരുന്നു. ഇപ്പോൾ കോൺസ്റ്റന്റ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ രണ്ട് ലോഡ് ലൈൻസിന്റെ ഇൻ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും നമ്മളിത് മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരുന്ന എങ്ങനെയാണ്, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ W താഴേക്ക് ആക്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ഇപ്പോൾ ഇതെന്താണ്, ബേസ് ലൈനിന്റെ അപ്പർ സൈഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ചിട്ടുള്ളത്. ദെൻ ഇപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, W ന്യൂട്ടൺ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുക, ലെങ്ത് ആണ് മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മീറ്ററിലോ അല്ലെങ്കിൽ സ്യൂട്ടബിൾ സ്കെയിലിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഈ ഒരു Y ആക്സിസിനകത്ത് വരുന്ന അല്ലെങ്കിൽ Y ഓർഡിനേറ്റിനകത്ത് വരുന്നത് എങ്ങനെയായിരിക്കും, ഫോഴ്സ് ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ ലോഡ് ആയിരിക്കും വരുന്നത്. ദെൻ ഇവിടെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും വരുന്നത്. ദെൻ ഇത് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ബേസ് ലൈനിന്റെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, അത് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അതുപോലത്തെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ദെൻ നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് വെച്ച് രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.